എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മിനിഹിനെയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അറസ്റ്റ് ചെയ്ത് പോയെങ്കിലും അവളിപ്പോ പുറത്താക്കോട്ടോ പോലീസുകാര്. അപ്പൊ ആ പോലീസ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാ ആ ഷിഫ എത്ര വൃത്തികെട്ടവനാണെങ്കിലും നീ അവനെ അടിക്കാനൊന്നും പാടില്ലായിരുന്നു, അത് തെറ്റ് തന്നെയാ, അവന് നിയമം കൊടുക്കും ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ മിനിയും മേമയും ചോദിക്കുക അവന് എന്തായാലും നല്ല ശിക്ഷ തന്നെ കിട്ടത്തില്ലേ നോക്കുമ്പോൾ പോലീസുകാരും ഉറപ്പായിട്ടും അവൻ അത്ര വലിയ തെറ്റാണ് ചെയ്തേക്കുന്നത്, പോരഞ്ഞിട്ട് അവനെതിരെ തെളിവുണ്ടല്ലോ, അവിടെ എന്തായാലും 4-5 വർഷം ജയിലിനകത്ത് തന്നെയാ, പേടിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് മേമയ്ക്കും മിനിഹുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. എല്ലാ പെൺകുട്ടികളും മേമനെ പോലെ ഇത്ര ധൈര്യത്തോടെ വന്ന് കംപ്ലൈന്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊന്നും ഇവിടെ ഇങ്ങനെ ചുമ്മാ വലച്ച് നടക്കത്തൊന്നുമില്ല, അപ്പോഴേ ഞങ്ങൾ അവരുടെ മേലെ കേസ് എടുത്തേനെ. എന്നാലും മേമ നീ നല്ല ധൈര്യമുള്ള കുട്ടിയാന്ന് പറയുമ്പോഴത്തേക്കിനും മിനിഹയും അതെ മേമ നീ എന്തായാലും കറക്റ്റ് ടൈമിൽ കംപ്ലൈന്റ് കൊടുത്തത് നന്നായി, അതുകൊണ്ടല്ല അവന് അർഹിച്ച് ശിക്ഷ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച് പോവുകയാണേ. ആ ടൈമിൽ നമ്മുടെ ഷെന്നാണി കൂടെ വന്നിട്ട് നിനക്ക് എന്താ പറ്റി, നീ പോലീസുകാരെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിനും അതൊന്നുമില്ല, അല്ല മോൻ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു നോക്കുമ്പോ അത് പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നേന്ന് ചുമ്മാ കള്ളം പറയാം കേട്ടോ. ഇവക്ക് വേണ്ടിട്ട് റിങ് മേടിക്കാൻ പോയില്ലായിരുന്നോ, അവിടുന്ന് ഓടിപ്പിടിച്ച് വന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇവരങ്ങ് സംസാരിച്ച് പോവുകയും ചെയ്യും. മേമയ്ക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗുവ ശോഷിക്ക് പറഞ്ഞു കൊടുത്തത് വാവ് ആ മേമയെന്ന് പറഞ്ഞ കുട്ടി എന്ത് ധൈര്യത്തോടെയല്ലേ പ്രതികരിച്ച്, അങ്ങനെ വേണം പെൺകുട്ടികളായെന്ന് പറയുമ്പോ ഗുവയാണെങ്കിൽ അതെ അങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായ, ഒരിക്കലും ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും നീ പെട്ടേക്കരുത്, അഥവാ മേമനെ പോലെ ഒരു സിറ്റുവേഷനിൽ നീ പെടുവാണെങ്കിൽ തന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അപ്പൊ തന്നെ വിളിച്ചാൽ മതി, ഞാൻ പരന്നവിടെ വന്നേക്കാം, ആ പ്രശ്നം അപ്പൊ തീർത്തരും, പോരാഞ്ഞിട്ട് നീ കുറച്ചൊക്കെ പഠിച്ചു വെക്കുന്നേ നല്ലതാണ് സ്വയം രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോ ചേച്ചിയാണെങ്കിൽ ഓക്കെ മൈ സ്വീറ്റ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ശോഷി നീ ഒന്ന് വന്നേ, ഇത് എന്റെ ഷർട്ടിൽ എന്തോ സ്മെല്ല് ഒന്ന് നോക്കിക്കെന്ന് പറയുമ്പോ അവള് അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ നെറ്റിയിലൊരു കിസ് കൊടുക്കുക. ഇത് കണ്ട ശോഷിയാണെങ്കിൽ ഗോവ ഇത് നീ തന്നെയാണ്, നീ ഇത്രയൊക്കെ ബെറ്ററായി എപ്പോഴും ഇതൊക്കെ പഠിച്ചത് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ. ഇപ്പൊ അടുത്ത ദിവസം ഓഫീസിലാണ് കാണിക്കുന്നത്. സാധാരണ എല്ലാവരും ആണെങ്കിൽ നമ്മുടെ മേമിനെ ആയിരുന്നു കുറ്റപ്പെടുത്തണ്ടേ, എന്തൊക്കെ ചെയ്താലും പെൺകുട്ടികളെയല്ലേ സാധാരണ എല്ലാം കുറ്റപ്പെടുത്തുന്നത്, പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ആ ഷിഫനെ പറ്റി ഓൾറെഡി ഇവിടെ ഉള്ളവർക്കൊക്കെ ഏകദേശം ധാരണ ഉള്ളത് കൊണ്ടാവണം ഷിഫനെയാണ് എപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ അവിടേക്ക് ആണെങ്കിൽ മേമ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരും കേട്ടോ. സാധാരണ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാതെയാണ്, ഇപ്പൊ ആ ഷിഫ എന്ന് പറഞ്ഞാൽ അവന്റെ ശല്യം ഒഴിഞ്ഞല്ലോ, അപ്പൊ അത്ര ധൈര്യത്തോടെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിനും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗൗമിയും മിനിയും വന്നിട്ട് പറയുക ഇനി ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാന്ന് പറഞ്ഞതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതേപോലെ ഗൗമിയും മിനിയും ആണെങ്കിൽ ക്യാബിലോട്ട് വരുമ്പോഴത്തേക്കിന് ഗൗമിയാണെങ്കിൽ മിനിയോ നീ ഇപ്പോഴൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നീ എന്നാലും എപ്പോഴും ആർട്ടിക്കിളൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും എന്താ ആർട്ടിക്കിളോ എനിക്കറിയത്തില്ലെന്ന് പറയുമ്പോൾ അപ്പൊ നീ അല്ല അത് ചെയ്തത്, 5 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങി ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ആർട്ടിക്കിൾ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നീയാന്നാ വിചാരിച്ചെന്ന് പറയുമ്പോൾ അവള് ഞാൻ എന്തിനാ അങ്ങനെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്നേ, അത് ഞാനല്ല പറഞ്ഞിട്ട് മിനിയും തന്നെ ഒന്ന് ഷോക്കാവുക. ചെങ്ങാണെങ്കിൽ അവന്റെ ഓഫീസിൽ കിടന്ന് എല്ലാവരോടാണെങ്കിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എനിക്കിതിൽ ഇത്ര വലിയ ഫേക്ക് ന്യൂസ് വന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇൻഫോം ചെയ്യുന്നത്, മരയ്ക്ക് അതെങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു കളഞ്ഞോ, പോയിട്ട് വർക്ക് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മിനിഹയൊക്കെ അവിടേക്ക് വരുക. മിനിഹുവിനെ കണ്ടതും നിനക്ക് എന്നാലും ഒരു പേടിയില്ല, എനിക്കിതിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതാന്ന് വെക്കുമ്പോൾ എനിക്കാണോ പേടി അത് നിനക്കാണോ ഇപ്പൊ പേടി, എന്താ ഇപ്പൊ ആർട്ടിക്കിൾ ഉള്ളത് അത് സത്യം തന്നെയല്ലേ, പറഞ്ഞ പോലെ അത് ഞാനല്ല കേട്ടോ എഴുതിയെന്ന് പറയുമ്പോൾ നീ നന്നായിട്ട് അഭിനയിക്കാൻ വരെ പഠിച്ചല്ലോ എന്ന് ചെങ്ങ് പറയുമ്പോഴത്തേക്കിനും ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞേ, ആർട്ടിക്കിൾ ഞാനല്ല എഴുതിയത്, എനിക്കതിന് യാതൊരു ആവശ്യമില്ല, പിന്നെ നീ എവിടേക്ക് പോയാലും അവിടെയൊക്കെ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചേക്കല്ലേ, അവരാരെങ്കിലും നിനക്ക് പണി തന്നായിരിക്കും എന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ നീ പറഞ്ഞതിലും പോയിട്ടുണ്ട്, ചിലപ്പോ അങ്ങനെ ആവാം, പിന്നെ ഞാൻ നിന്നോട് ചെറിയൊരു കഥ പറഞ്ഞുതരാം. എന്റെ വൈഫാണെങ്കിൽ ഒരു പപ്പീനെ വളർത്തുന്നുണ്ട്, അതിനെനിക്ക് കണ്ണി കണ്ടുകൂടാ, അത്ര ഒരു വൃത്തികെട്ട സൈസിലുള്ള ഒരു പട്ടിയാണ്, ആ പപ്പീനെ ഇന്നും എന്റെ വൈഫാണെങ്കിൽ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കും, എന്നെ പോലും പെട്ടി കയറ്റത്തില്ല, പക്ഷെ ആ പപ്പീനെ അവളെന്തോ കൊക്കീഷം പോലെയാണ് വെച്ച് തരുന്നോണ്ടിരിക്കുന്നത്, ഞാനും എന്റെ വൈഫിന്റെ ഇടയിൽ എന്തേലും അടി കൂടുവാണെങ്കിൽ തന്നെ ആ പപ്പി ആണെങ്കിൽ എന്നെ വന്ന് കടിക്കും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ആ പപ്പീനെ കൊണ്ട് ഞാൻ വാക്കിങ്ങിന് പോയതാ, അപ്പൊ വലിയ വലിയ പപ്പീസൊക്കെ ആണെങ്കിൽ ഈ കുഞ്ഞു പപ്പീനെ കണ്ടതും അതിനെ അങ്ങ് കടിക്കാൻ തുടങ്ങി, പക്ഷെ ഞാൻ അക്ഷരം പോലും ഉണ്ടാതെ അവിടെ സാവധാനം അതൊക്കെ കണ്ട് രസിക്കുമായിരുന്നു. വൈഫിന്റെ ആ പപ്പീനെ മറ്റു പട്ടികളെല്ലാം കൂടിയാണ് കടിച്ചു കുടഞ്ഞെടുക്കുന്നതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ എന്തോ ഒരു ആഹ്ലാദമായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ആ സന്തോഷമുണ്ട്. അവസാനം ആ പപ്പിയാണെങ്കിൽ ചത്തും പോയി.
എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കാണിക്കും ഇതൊക്കെ എന്തിനാ നീ എന്നോട് പറയുന്നതെന്ന് വെക്കുമ്പോ അല്ല നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. എനിക്കൊരു സാധനത്തെ ഇഷ്ടമല്ലാതായ അത് എത്രത്തോളം എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അതൊന്നും ഞാൻ വാൺ ചെയ്തതെന്ന് പറയുമ്പോ അവളാണെങ്കിൽ വലിയ കാര്യമാക്കാതെ അങ്ങ് പോയിട്ട് ഷെന്നിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയാന്ന് പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലാന്ന് പറയുക. എന്താ നിനക്ക് പറ്റിയെന്ന് വെക്കുമ്പോ അല്ല സാധാ ചെക്കപ്പാ, വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിന്നെ കാണാൻ വരാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കിയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് അടുത്ത് പറയുക ഈ ചെക്കപ്പ് ചെയ്തതിന്റെ റിസൾട്ട് ഒന്നും മിനിഹുനെ കാണിക്കേണ്ടത്. കാരണം ഈ പ്രാവശ്യം നമ്മുടെ ഷെന്നിന് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് അവളിൽ നിന്ന് അവൻ മറക്കാനാണ് ശ്രമിക്കുന്നേ. അത് കഴിയുമ്പോൾ മിനിഹുനെ കാണാൻ വേണ്ടിയിട്ട് അവൻ പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനും മിനിഹു ഓപ്പോസിറ്റ് തന്നെ ആട്ടോ നിൽക്കുന്നേ. അപ്പൊ ഇവരിടയിൽ കൂടെ ഒരു ബൈക്ക് ആണെങ്കിൽ നല്ല സ്പീഡിൽ വരുക മിനിഹുവിനെ ഇടിക്കാൻ എന്ന രീതിയിൽ. ഷെന്നി ഇത് കണ്ട് പേടിച്ച് വരുന്നതിന് മുമ്പേ മിനിഹു ആണെങ്കിൽ അവിടുന്ന് മാറുന്നുണ്ടെങ്കിലും അവക്കിട്ടാണെങ്കിൽ കാലിലെന്തോ പണി കിട്ടുന്നുണ്ട്. അവക്കാണെങ്കിൽ വേദനിച്ച് കരഞ്ഞോടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷെന്നാണെങ്കിൽ ഗുവയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക കേട്ടോ. അപ്പൊ മിനിഹു പറയുന്നിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. കുഞ്ഞാണെങ്കിൽ കടന്ന് കരഞ്ഞോടിക്കുക എന്താ അമ്മ പറ്റി ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഗുവ വരെയാണെങ്കിൽ ഇതത്ര ചെറുതൊന്നും അല്ല ആഴത്തിൽ തന്നെ മുറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങ് പീഡിപ്പിച്ച് വിടുക കേട്ടോ. ഇത് കണ്ടതും മിനിഹു ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഷെന്നിന്റെ അടുത്ത് എനിക്കല്ലേ മുറിവ് പറ്റിയത്, എന്നിട്ട് നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്നാലും ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത് തന്നല്ലേ നിനക്ക് എന്തൊക്കെ പറ്റിയാലും ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുന്നത്, എന്നിട്ടിപ്പൊ ഇങ്ങനെ ആയില്ലേന്ന് പറയുമ്പോ ഇതിപ്പോ നമുക്ക് മുൻകൂട്ടി അറിയാനൊന്നും പറ്റുന്നില്ലല്ലോ. പെട്ടെന്ന് വന്ന അപകടമല്ലേ, നീ എന്നെ രക്ഷിക്കാൻ ട്രൈ ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഷെന്നിനെ അവളെ സമാധാനപ്പെടുത്തുക. അതേസമയം ശൂഷയാണെങ്കിൽ ഇവിടെ ഇവനെ പിടിച്ചിരുത്തിയിട്ട് പറയുകയാണെ നീ എന്ത് പണിയാണ് കാണിച്ചത്, ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് മിനിഹുവിന് കുറച്ച് സീരിയസ് ആയിട്ട് ഉള്ള മുറിവെന്നൊക്കെ, അങ്ങനെയൊക്കെ ആരോടെങ്കിലും പറയാവോ, നീ അത് പറഞ്ഞത് ഷെന്നിയുടെ മുഖം പോയത് കണ്ടില്ല, അവന് നല്ല വിഷമമായി എന്ന് പറയുമ്പോ ഗോവിയാണെങ്കിൽ ഞാനിപ്പോ ഒരു ഡോക്ടറാണ്, അപ്പൊ എന്താണോ കണ്ടീഷൻ അത് ഓപ്പൺ ആയിട്ട് പറയുന്നല്ലേ നല്ലത്, അതാണ് ഒരു ഡോക്ടറിന്റെ ജോലി എന്ന് പറയുമ്പോ നീ ഒരു ഡോക്ടർ ആണെങ്കിൽ അല്ലേലും ഇങ്ങനൊന്നും എടുത്തടിച്ച് ആരോടും പറയാൻ പാടില്ല, അവർക്ക് ഇതൊരു വിഷമാവെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് അവനെ ഉപദേശിച്ചോണ്ടിരിക്കുവാണേ. ഇവിടെ ഷെന്നിന്റെ അടുത്ത് മിനിഹു ചോദിക്കുന്നുണ്ട് ഷെൻ നീ ഇപ്പൊ എന്തൊക്കെയോ നിന്ന് മറിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ അറിയാതെ നീ ആ ചെങ്ങിനെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നില്ലെന്ന് പറയുമ്പോ ഹീറോ അതേന്ന് പറഞ്ഞ് സമ്മതിക്കുക. ഇത് കേട്ടത് അവനോടാണെങ്കിൽ അവള് പണം കൊടുക്കുന്നുണ്ട്. ഈ ചെങ്ങെന്ന് പറയുന്നവനെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ, അവനെ പോയിട്ട് നോക്കാൻ പോയി നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച് നീ വലിയ റിസ്കിൽ വന്നുപെടും, അവരുടെ ആപത്തായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടണ്ടെന്ന് പറയുമ്പോൾ ഷെന്ന് പറയുക എനിക്ക് വേണ്ടിയിട്ട് ക്യുവാനും നീ ഉള്ളപ്പോൾ ഞാൻ അത്ര റിസ്ക് ഒക്കെ എടുക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള വലിയ വലിയ അപകടത്തിലൊന്നും ഞാനായിട്ട് ചെന്ന് കൊടുക്കില്ല, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യണമെന്നൊക്കെ ഷെന്ന് അവളോട് പറയുന്നുണ്ട്. അതേസമയം ശൂഷീനെ ആണെങ്കിൽ ഗോ വീട്ടിൽ കൊണ്ട് വിടാൻ നേരത്ത് എന്നാ പിന്നെ ശരി ഞാൻ വീട്ടിൽ പോകുന്നതും എന്നാ നീ പെട്ടെന്ന് പൊക്കോ ഞാൻ പോകുന്നിട്ട് ഒരു ബായും പറഞ്ഞ് അവനങ്ങ് സ്പീഡിൽ പോവാട്ടോ. ഇതെന്താടാ ഒരു നിമിഷം പോലും നിൽക്കാതെ പെട്ടെന്നങ്ങ് പോയത് പറഞ്ഞിട്ട് ശോഷി അപ്പൊ തന്നെ അവനെ വിളിച്ചിട്ട് ഇനി മേലെ നീ എന്നെ കാണാൻ വന്നേക്കരുന്ന് പറയുക. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തെന്ന് ഗോവ ഒന്നും അറിയാതെ ചോദിക്കുമ്പോ പിന്നെ അല്ലാണ്ട് എന്റെ കൂടെ ഒരു ഇച്ചിരി നിമിഷം പോലാണ് നിൽക്കാതെ പെട്ടെന്നങ്ങ് പോയത് എന്തിനാ, അപ്പൊ നിനക്ക് എന്റെ കൂടെ നിൽക്കുന്നതിനെ ബോറടിച്ച് തുടങ്ങിയല്ലേ, ഇപ്പോഴേ അങ്ങനെ ആണെങ്കിൽ എങ്ങനെ ശരിയാവോന്ന് പറയുമ്പോ ഗുവയാണെങ്കിൽ എന്റെ പൊന്നു സൂക്ഷി അങ്ങനെയൊന്നും അല്ല, നാളെ എനിക്ക് കുറച്ച് വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാതെ തീരുമാനിച്ചേ, വേറെ ഒന്നുമില്ലെന്ന് പറയുമ്പോ ഒന്നും നീ പറയണ്ട നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, ഓക്കെ ശരി നീ എന്നെ കാണണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ടാക്കോട്ടോ. പെട്ടെന്ന് തന്നെ ഗുവയാണെങ്കിൽ ശൂഷിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തിരിച്ചു പോകുമ്പോഴൊക്കെ നിന്നോട് നിന്ന് ബായ് പറയണമെന്നല്ലേ, ഓക്കെ ഞാൻ അതേപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ 2 സ്റ്റെപ്പ് നടന്നിട്ട് ബായ് പറയും, വീണ്ടും 2 സ്റ്റെപ്പ് നടന്നിട്ട് ഒരു ലവ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കിനും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശൂഷി ഉണ്ടാവില്ല, ഇവളിത് എവിടെ പോയി പറഞ്ഞിട്ട് അവൻ പേടിച്ചിരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവളാണെങ്കിൽ മുന്നിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ പോലെ അങ്ങ് കളിച്ചോണ്ടിരിക്കുവാണേ. അതേസമയം മിനിഹുരി ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവും. ഹീറോ പറഞ്ഞില്ലായിരുന്നോ നിന്നെ ഒരാളെ കാണിക്കാന്ന്, ആരെ കാണിക്കാൻ ഇപ്പൊ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ ഷൂയിനെ കാണാൻ വേണ്ടി തന്നെയാട്ടോ. ഇവളിവിടെ നിൽക്കുന്ന കണ്ടത് നമ്മുടെ മിനിയും വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അവളും പറയുക ആ ആർട്ടിക്കിൾ എഴുതിയത് ഞാനാ ചെങ്ങിനെതിരെന്ന് പറയുന്നതും നമ്മുടെ മിനിക്ക് കാണിക്കുക ആ ഒരു വിധത്തിൽ നീ ആ ചെങ്ങിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു തോന്നല്ലോ, അവരെതിരെ ഇത്രയൊക്കെ ചെയ്തില്ലേ, പക്ഷേ എന്ത് പറയാനാ അവനെതിരെ ഒരു തെളിവ് പോലും ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് അവനെതിരെ കേസ് കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോ ഷൂയി ആണെങ്കിൽ പറയുക നിന്റെ കയ്യിൽ മാത്രമാണ് തെളിവില്ലാത്ത, പക്ഷെ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡ്രൈവ് എടുത്ത് കൊടുക്കുകയാണെ. ഇത് കണ്ടത് മിനിഹു ഇവളും കൂടി ആണെങ്കിൽ ഒരു ലൈവ് സ്ട്രീം അങ്ങ് പോവാട്ടോ. നമ്മുടെ ഹീറോയിൻ 5 വർഷം മുമ്പ് ആ ചെങ്ങ് എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെയാണെങ്കിൽ എല്ലാവരോട് തുറന്നു പറയുക. ഷൂയും പറയുന്നുണ്ട് കേട്ടോ ആ പെൻഡ്രൈവിൽ എന്താന്ന് വെച്ചാൽ അന്ന് ചെങ്ങും അവളും ആണെങ്കിൽ സംസാരിച്ചിരിക്കുന്നതും അവൻ ദ്രോഹിക്കാൻ ശ്രമിച്ചത് ഒക്കെ
ആണെങ്കിൽ പുറത്ത് നിന്ന് ഈ ഷൂയി ആണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ ലൈവിൽ എല്ലാരും കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഗൗമി ഇതൊക്കെ കണ്ടതും ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. പോരാഞ്ഞിട്ട് നാട്ടുകാർ മൊത്തം ഇത് അറിഞ്ഞിട്ടുണ്ട്. അതോടെ ചെങ്ങിന്റെ കമ്പനിയുടെ മാർക്കറ്റൊക്കെ ആണെങ്കിൽ അങ്ങ് താഴെ എത്തുവാണ്. അതിന്റെ പ്രാന്തടുത്താവ് നിൽക്കുമ്പോഴത്തേക്കിനും പോലീസുകാർ വന്നിട്ട് നീയല്ലേ ചെങ്ങ് നോക്കുമ്പോ ഞാനവിടെ ചെങ്ങ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസുകാരായിരിക്കും. നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് ചെങ്ങിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാണ്. അങ്ങനെ ഈ ശല്യം അങ്ങനെ ഒഴിഞ്ഞു കിട്ടുവാട്ടോ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ സമാധാനമായി. എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടിരിക്കുമ്പോ ഷെന്നാണെങ്കിൽ എല്ലാം ഒന്ന് അവസാനിച്ച് കഴിയട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിക്കാനാ തീരുമാനിച്ചേക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ ഓൾറെഡി എല്ലാ പ്രശ്നം കഴിഞ്ഞല്ലോ, ഇനി എന്ത് പ്രശ്നമെന്ന് നോക്കുമ്പോ ഇനിയുണ്ട് പല പ്രശ്നങ്ങള്. അതിലൊന്നാണ് ആ ചെങ്ങിന്റെ കമ്പനി ഇപ്പോ ഏലത്തിന് വിടുന്നുണ്ട്, അത് ഞാൻ വാങ്ങിക്കാനാണ് പ്ലാൻ എന്ന് പറഞ്ഞത് ഹീറോയിൻ ആണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കൂടുതൽ അങ്ങോട്ട് അതിനെപ്പറ്റി ആലോചിച്ച് വയ്യായികൊന്നും വ്യത്യാക്കലെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഞാൻ ഒരു റിസ്കിനും പോകത്തില്ലെന്ന് പറയുക. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ആ ചെങ്ങിന്റെ കമ്പനി എങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അവൻ അതിന്റെ 31% എടുക്കുന്നുണ്ടെങ്കിലും അത് പോരെ, ഇനി ഒരു 5% കൂടി അവന് കിട്ടണം. അതുകൊണ്ട് വേറെ വഴിയില്ല, ഞാൻ ചെങ്ങിന്റെ വൈഫിലാണ് ആ 5% ഉള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് ആ ലേഡിയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി വന്നേക്കുക. നിങ്ങളുടെ കമ്പനിയുടെ 31% ഷെയർ ഹോൾഡർ ഞാനാണ്, ഒരു 5% കൂടി വേണം, അത് നിങ്ങൾ തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറയുമ്പോ വൈഫ് വരാണെങ്കിൽ ഈ 2 പെൺപിള്ളേരും കൂടി കൂട്ടിക്കൊണ്ട് വന്നത് ഇത് പറയാനാണോ, ഇവളമാരെ കാണിച്ച് എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് അതും കൂടി വാങ്ങിയെടുക്കാനാണോ പ്ലാൻ. പക്ഷെ അതൊന്നും ഞാൻ തരില്ല, എന്റെ ഹസ്ബൻഡ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ അവരെ ഡിവോഴ്സ് ചെയ്യാതിരുന്നത്, എല്ലാ കമ്പനിക്ക് വേണ്ടിയാന്ന് പറയുമ്പോഴത്തേക്കും മിനിഹു ആണെങ്കിൽ പെട്ടത് നിങ്ങൾക്കൊരു പപ്പി ഉണ്ടായിരുന്നില്ലേ, അതുവരെ മരിച്ചു പോയില്ലേ നോക്കുമ്പോ അത് മരിച്ചുപോയി, അതിനിപ്പോ എന്താന്ന് നോക്കുമ്പോ അതിനെ കൊന്നതേ ചെങ്ങാന്ന് പറയുമ്പോ ഒരിക്കലില്ല, എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുമ്പോ ഷെന്നാണെങ്കിൽ ഒരു നിസ്സാര പപ്പീനെ അല്ല അവൻ മനുഷ്യന്മാരെ വരെ കൊല്ലും, അവന് സാധുവായിട്ട് അവൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. എത്ര പേർക്ക് കൈക്കൂലി കൊടുത്തേക്കുന്നത്, എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഈ പപ്പിയുടെ ഒക്കെ കാര്യം പറയണമെന്ന് പറയുമ്പോ വൈഫ് ഒരു വിധത്തിൽ സമ്മതിക്കുക, ഓക്കെ ഞാൻ തരാന്ന് പറയുവാണേ, അതിലവർക്ക് ഭയങ്കര സന്തോഷമാവുക. അതേപോലെ മിനിയുവിന്റെ അടുത്താണെങ്കിൽ ഇവള് വന്നിട്ട് ഇനി ഞാൻ ചൈനയിൽ നിൽക്കുന്നില്ല, ഞാൻ കൊറിയയിലോട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കിനും മിനിയും എന്തായാലും നീ ഇവിടെ തന്നെ നിൽക്കുന്നില്ല നല്ലത്, ഒരു വിധത്തിൽ നീ അവിടേക്ക് പോകുന്നതിനെ നല്ലത്, നിന്നെ ദ്രോഹിച്ചവരൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവള് പറയുക ആരൊക്കെയാണോ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയേക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചേ അവരൊന്നും സത്യത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അവസാനം നീ മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞേക്കുന്നത്, താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് അവള് പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് അവളോടാണെങ്കിൽ ഒരു സോറി ചോദിക്കുന്നുണ്ട്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ആ ചെങ്ങി ഇതൊക്കെ കാണിച്ചപ്പോ അന്നേ ഇവളാണെങ്കിൽ ചെങ്ങ ഇതൊക്കെ കാണിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇവളല്ലേ പറഞ്ഞത് ഇവളാ എല്ലാം ചെയ്ത് ചെങ്ങിന്റെ മേളിൽ ഒരു കുറ്റമില്ലെന്ന്, ആ കുറ്റബോധം കാരണമാണ് ഇപ്പൊ ഹീറോയിന്റെ അടുത്ത് സോറി ചോദിച്ചു പോകുന്നത് കേട്ടോ. ഹീറോ ആണെങ്കിൽ ചെങ്ങിന്റെ വൈഫിന്റെ അടുത്ത് വന്ന് ചോദിച്ചാണെങ്കിലേ ആ 5% ഷെയർ ഹോൾഡറും കൂടി എനിക്ക് തരുമോ എന്ന്. അങ്ങനെ വൈഫ് ആണെങ്കിൽ അതൊരു സമ്മതിച്ചു കാണും. അടുത്ത ദിവസം തന്നെ കോൺട്രാക്റ്റിൽ എഴുതി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഹീറോ ആണെങ്കിൽ ചെങ്ങിന്റെ കമ്പനിയുടെ ഇപ്പത്തെ മാനേജർ ആവുക. അവന്റെ കയ്യിലാണ് ഇപ്പൊ ചെങ്ങിന്റെ കമ്പനി ഉള്ളത്. അതുപോലെ തന്നെ ചെങ്ങിന്റെ താഴെയായിട്ടുള്ള ബ്രാഞ്ച് ആയിരുന്നല്ലോ ഹീറോയിന്റെ ഒക്കെ കമ്പനി, ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഹീറോയിന്റെ കയ്യിലെത്തുക. അപ്പൊ ഹീറോയിന്റെ കമ്പനിയിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. ചെങ്ങിനെ പോലെ ഒരുത്തനല്ലല്ലോ നമ്മുടെ ഹീറോ, അതുകൊണ്ട് തന്നെ അവനെ കൂടി യാതൊരു ഉപദ്രവം ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്ര സന്തോഷം കേട്ടോ. എല്ലാവരും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാം നല്ലതായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മുടെ ആ AI പ്രൊജക്റ്റ് എല്ലാവരും അതിൽ ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ പറയുക. പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും ഹീറോയിന്റെ ഫ്രണ്ട് ഗൗമിയില്ലേ അവൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നിട്ട് ജൂണിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, അന്ന് നീ എന്നെ മാരേജ് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിനൊരു കാരണമുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച പിന്നെ ഇപ്പോഴും അടിയായിരുന്നു, അത് കണ്ടു വളർന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കുന്നതിനോട് ഒരു തരം പേടിയാണ്, അതുകൊണ്ട് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ, പക്ഷെ ഒരു ടൈം ആവുമ്പോൾ എന്തായാലും ഞാൻ അതിന് സമ്മതിക്കുന്നു പറയുമ്പോഴത്തേക്കിനും ജൂണും ഭയങ്കര സന്തോഷമാവുക. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മിൻഹിയുടെ ആണെങ്കിൽ ശരി പറയുക, 5 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ നിന്നോട് എപ്പോഴും ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇനി എനിക്കൊരു ചാൻസ് കിട്ടുമെന്നറിയില്ല, എന്നാലും ഞാൻ നിന്നോടൊരു ചാൻസ് ചോദിക്കുക, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് റിങ് എടുക്കുമ്പോഴത്തേക്കിനും അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. എന്നാലും മിനിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് ബോക്സ് തുറന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവനാണെങ്കിൽ നെഞ്ചിലേതിനെ അടിക്കുക. അപ്പൊ തന്നെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്. ഗുബയുടെ അടുത്ത് അവൻ എന്താ പ്രശ്നം നോക്കുമ്പോൾ അപ്പൊ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ കരഞ്ഞോണ്ട് അവന്റെ അടുത്ത് വന്നിട്ട് കുറെ നേരം കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചു നേരം അവന്റെ അടുത്ത് നിന്നിട്ട് ഗുബയുടെ അടുത്ത് വീണ്ടും വന്ന് ചോദിക്കുക എന്താ അവന് പറ്റിയെന്ന്. അപ്പോഴാണ് ഗുബയും പറയുന്നത്,
കുറെ നാളായിട്ട് ചെക്കപ്പിന് വരുന്നുണ്ടല്ലായിരുന്നോ, അപ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിന്നിൽ നിന്ന് അവൻ മറിച്ചു വെക്കായിരുന്നു. എപ്പോഴും അവനെ നെഞ്ചുവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ ആണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അത് ഇവിടെ വെച്ച് നടക്കില്ല, എബ്രോഡിൽ പോണെന്ന് പറഞ്ഞതും മിനിഹുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും കേട്ടോ. അവള് പുറത്ത് നിന്ന് കുറെ കരയുന്നുണ്ട്. അതിനുശേഷം ഷെന്നിനെ നോക്കാൻ വേണ്ടി വരുക. അവനെ നോക്കിയിരുന്ന് അവസാനം അവളങ്ങ് കടന്നുറങ്ങുകയും ചെയ്യും. പിറ്റേ ദിവസം എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഷെന്നിനെ കാണുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നീ ഇത് എവിടേക്കാ പോന്നീന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ. പിന്നെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്, ഒരു 1 വീക്ക് എനിക്ക് ഇനി വീട്ടിലോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോയിന് കാര്യം മനസ്സിലായി, ഇവൻ എബ്രോഡ് പോകാനുള്ളതാന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെ ഹക്ക് ചെയ്തിട്ട് ഓക്കെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷേ എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ഒരിടത്ത് നിന്ന് അവൾ സംസാരിക്കാം കേട്ടോ. ഞാൻ കുഞ്ഞിലേ ഞാൻ ആഗ്രഹിച്ചിരുന്നു വലുതാവുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവണം, അവൻ്റെ കൂടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ അവൾ പറയുമ്പോൾ അവനാണെങ്കിൽ അയ്യോ എനിക്ക് അതൊന്നും നിന്റെ കൂടെ നിന്ന് ഇപ്പൊ കാണാൻ ടൈമില്ലല്ലോ, എനിക്ക് പോണെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിനും ഓക്കെ നീ പൊക്കോ, അതിനു മുമ്പ് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണും കെട്ടിയിട്ട് എവിടെ കൊണ്ടു നിർത്തി 2 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ട് അവളങ്ങ് പോവുക. അവൻ കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കിനും അവിടെ ഒരു സ്ക്രീനിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സംസാരിക്കുക. നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എബ്രോഡിലല്ലേ, നീ എന്നോട് കള്ളത്തരം പറഞ്ഞ് വർക്കുമായിട്ട് പോകുന്നതെന്ന് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കുറച്ച് റിസ്ക് ഉള്ള സർജറിയാണെന്നും ഇത് കേട്ട് ഞാൻ വിഷമിക്കുന്ന അറിയാവുന്നോണ്ടല്ലേ നീ മരിക്കുമെന്നൊക്കെ പേടിച്ച് ഞാൻ വിഷമിച്ചിരിക്കുന്നു വിചാരിച്ചിട്ടല്ല നീ പറയാതിരുന്നേ. പക്ഷേ നീ മയങ്ങി വീഴുന്നതിന് മുമ്പ് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു, അതിന് ഞാൻ അപ്പം ആൻസർ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നിനക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് നീ തിരിച്ച് ഉടനെ എൻ്റെ അടുത്തോട്ട് വരണം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗുവിയും ജൂണും ആണെങ്കിൽ അവിടുത്തെ ഡോറ് തുറക്കുക. ഇപ്പൊ നമ്മുടെ മിൻഹു ആണെങ്കിൽ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി അവിടെ വന്ന് നിൽക്കുക കേട്ടോ. നീ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയുക എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നിനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവന് വന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് നിനക്ക് വേദന എനിക്ക് നൽകുന്നത്, എനിക്ക് നിന്നോട് എന്താ പറയണ്ടേന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ മിനിയോ ആണെങ്കിൽ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ റിങ് ഇട്ട് കൊടുക്കുക. ഷെന്നിന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവനും റിങ് ഇടാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നിർത്തിയിട്ട് ഇങ്ങനെ പറയുവാണേ, ഞാൻ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ റിങ് ഇടാട്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും മിനിയോ ആണെങ്കിൽ നീ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്ന പോലെ തന്നെ നീ ഹെൽത്തി ആയിട്ട് തിരിച്ചു വരണം, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഷെന്നു ഓക്കെ പറയും കേട്ടോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഇവർക്കൊക്കെ സങ്കടം വരുവാട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യുവാനെ നടക്കെടുത്തിട്ട് ഇവർ രണ്ടുപേരും അപ്പുറം കാണുന്നിട്ട് നമ്മുടെ ഷെന്നാണ് ഇങ്ങനെ പറയാ, ക്യുവാൻ എന്ത് സ്മാർട്ടല്ലേ, അവനെ കാണാൻ എന്ത് ക്യൂട്ടാന്ന് പറയുമ്പോഴത്തേക്കിനും മിനിയോ ആണെങ്കിൽ എന്നെ പോലെ തന്നെ നല്ല ക്യൂട്ടാന്ന് പറയുമ്പോൾ ഷെന്നും അവനെ കണ്ണ് കണ്ടില്ല എന്നെ പോലെയാന്ന് പറയുമ്പോൾ നീ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അവന്റെ മൂക്കെന്നെ പോലെയാന്ന് മിനിഹു പറയുമ്പോഴത്തേക്കിനും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മുഖം മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ, ബ്രെയിൻ എന്റേതാണ്, സ്മാർട്ട് ബോയ് ആണ് എന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൊച്ചാണെങ്കിൽ എണിച്ചിട്ട് എന്റെ പൊന്നു ഒന്ന് ഉറങ്ങാൻ വിടുക, നിങ്ങൾ രണ്ടുപേരെ പോലെ തന്നെ ഞാൻ, അതുകൊണ്ട് വെറുതെ അടി കൂടാതെ കടന്നുറങ്ങുന്നു പറഞ്ഞതും അവര് രണ്ടൊരു ഓക്കെ ഓക്കെ വിട്ട് ചിരിച്ചോണ്ടിരിക്കുവാണേ. അതേപോലെ ഷെന്നാണെങ്കിൽ ഒരു വാക്കും കൊടുക്കുക, ഞാൻ എന്തായാലും തിരിച്ചു വരും, നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ക്യുവാനെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് വളർത്താം എന്നൊക്കെ പറയാണ്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഷെൻ അവിടെ ഉണ്ടാവില്ല. മിനിഹുന് ഒരുമാതിരി ആവും കേട്ടോ. അവള് വീട് മൊത്തം തപ്പി നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നുണ്ടാവില്ല. വിളിച്ചു നോക്കുമ്പോൾ അവനാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോവാന്നാണ് പറയുന്നത്. മിനിഹുന് ഒരുമാതിരി ആവുക, നീ തന്നെ വിളിക്കാതിരുന്നേ ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് ഷെന്നാണെങ്കിൽ മിനിഹു നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അതുകൊണ്ട് നിന്നെ വിളിക്കാതിരുന്നേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് ഇനി നാട്ടിലോട്ട് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കോള് കട്ടാക്കുമ്പോഴത്തേക്കിനും അവള് മനസ്സിൽ പറയാണ്, അതെ നീ എത്രയും പെട്ടെന്ന് നന്നായിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുക കേട്ടോ. അതേപോലെ ഹീറോയിനാണെങ്കിൽ ഓഫീസിൽ പോകുന്നു, ഹീറോക്ക് വീഡിയോ കോൾ ചെയ്യുന്നു, അവന് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ടുള്ള സീൻസ് ആണ് കാണിക്കുന്നത്. മിനിഹു ആണെങ്കിൽ AI എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ചെയ്യുന്നില്ലായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ സക്സസ് ആവാണ്. ഗൗമിയും മിനിഹുവിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ കുറച്ച് ഫേമസ് ആണ് കേട്ടോ. നല്ല പണമൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക്, ഇപ്പൊ കുറച്ച് റിച്ച് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. ഇപ്പൊ രണ്ടുപേരും ആണെങ്കിൽ ഏതോ ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നേക്കുക. അപ്പൊ ഗൗമി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ ഷെന്നിനോട് സംസാരിക്കാറുണ്ടോ നോക്കിയപ്പോ അവളും പറയുക, 6 മാസമായിട്ട് ഞങ്ങൾ അങ്ങനെ ശരിക്കും അങ്ങോട്ട് സംസാരിക്കുന്നൊന്നുമില്ല എന്നൊക്കെ വിഷമത്തോട് പറഞ്ഞിട്ട് അവൻ എന്തോ ചെക്കപ്പ് ഉണ്ട്, അതിന്റെ റിസൾട്ടൊക്കെ വരാൻ കിടക്കും, 1 ആഴ്ചയായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ലെന്ന് പറയുമ്പോൾ അവളും ഒരുപക്ഷെ ഷെന്നിന് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അവനേക്ക് പ്രോമിസ് ചെയ്ത് എന്തായാലും നന്നായിട്ട് അവൻ തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഗൗമയാണെങ്കിൽ ഓക്കെ നമുക്ക് ക്ലയന്റിനെ കണ്ടേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ഗൗമയാണെങ്കിൽ പെട്ടെന്ന് അയ്യോ എനിക്ക് വയറിന് എന്തോ ഒരു പ്രശ്നം, ഞാൻ
വാഷ്റൂമിൽ പോയിട്ട് വരാം, നീ ക്ലയന്റിനെ പോയി കാണുന്ന പറയുമ്പോൾ ആരെയും ഞാൻ കാണുന്നേ അതുപോലും എനിക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോൾ നീ 20th ഫ്ലോറിൽ പോയാൽ മതി, ആൾ അവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുക കേട്ടോ. മിനിക്കും അങ്ങനെ 20th ഫ്ലോറിൽ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ലിഫ്റ്റ് ആണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ സ്പീഡിൽ അങ്ങ് മുകളിലോട്ട് പോവുക കേട്ടോ. അവൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ എത്തുക. ഇതെന്താ ഞാൻ ഇവിടെ വന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് സ്പീക്കറിൽ നിന്നാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുക. അവിടെ നിന്ന് ഞെട്ടി പോകുന്നുണ്ട്. സംസാരിക്കുന്ന ക്യുവാനായിരിക്കും. അമ്മ പേടിക്കുന്ന വേണ്ട, ലെഫ്റ്റിലോട്ട് പോകുന്ന പറയുമ്പോഴത്തേക്കിനും അതൊക്കെ ഓക്കെ, നീ എന്താ ഇവിടെ ചെയ്തെന്ന് വെക്കുമ്പോഴത്തേക്കിനും ക്യുവാനായിരിക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട, നേരെ ഇങ്ങനെ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ നടന്ന അവസാനം ടെറസിലെത്തുവാണേ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരും കാണാനുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് മിനിക്കുക എന്നൊരു സൗണ്ട് കേൾക്കുക. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഷെന്നായിരിക്കും കേട്ടോ. ഇവൻ ഇത്രയും നാൾക്ക് ശേഷമാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറോ പറയാ, നിനക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നേക്കുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ മിനിയുവിന് ഭയങ്കര സന്തോഷമാവുക. ഇവരായിട്ട് അവർക്ക് കല്യാണം കേട്ടോ നടക്കാൻ പോകുന്നേ. ഷെന്നു മിനിക്കും ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഷെന്നു പറഞ്ഞില്ലായിരുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ റിങ് ഇട്ടിരുന്നത്, അതിൻ്റെ ആട്ടോ ഈ കാണുന്നത്. പിന്നെ അധികം പേരൊന്നും കല്യാണത്തിന് വന്നിട്ടില്ല. നമ്മുടെ ഗുബയും ശോഷിയും പിന്നെ ജൂണും ഗൗമിയും ഇവർക്ക് പരിചയമുള്ള കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ നിന്നതിന് ശേഷം ഇത് നടത്തി വെക്കുന്നത് നമ്മൾ ക്യുവാനാണ്. അവനോട് വന്നിട്ട് പറയുക, ലോകത്തിലുള്ള ഒരു കുട്ടിക്ക് ഇതേപോലെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനില്ലേ, അതൊക്കെയാണെങ്കിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ മറന്നു പോവുക. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ഡയലോഗ്സ് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ, സോറി എന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ നീ പേടിക്കുന്നുണ്ട്, ബാക്കി ഞാൻ പറഞ്ഞോളാം എന്നിട്ട് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതേപോലെ റിങ് എഴുതുന്നു, കല്യാണമൊക്കെ കഴിയുന്നു, എല്ലാവർക്കും ഹാപ്പിയാണ്. എല്ലാം കഴിയുമ്പോൾ ഒരു ചടങ്ങും കൂടിയില്ല, ആ ബൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ആൾക്കാരെ പിടിക്കുക, അവരുടെയാണ് നെക്സ്റ്റ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊരു വിശ്വാസം ഇല്ലേ. അപ്പൊ ഇത് കണ്ടത് നമ്മുടെ ജൂണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് എടുത്ത് ഞാനെങ്ങാനും ആ പൂവ് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമെന്ന് വെക്കുമ്പോൾ ഗവൺമെന്റ് അപ്പൊ തന്നെ ഓക്കെ പറയാം കേട്ടോ. അന്ന് ഇത് പിടിച്ചിട്ട് ഉള്ളടെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പെമ്പിള്ളാരൊക്കെ താണ്ടിട്ട് ഇവനാണെങ്കിൽ ഒരു വിധത്തിൽ അതാണെങ്കിൽ ക്യാച്ച് ചെയ്ത് പിടിക്കുക. ജൂണാണെങ്കിൽ ഭയങ്കര സന്തോഷമാട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ എല്ലാവരും കൂടി ആണെങ്കിൽ ഒരു ട്രിപ്പിന് വന്നേക്കുവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ക്യുവാന്റെ കാര്യം പിന്നെ പറയണ്ട, അവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൂടി സൈക്കിൾ റൈഡ് പോകുന്നു, പിന്നെ ബീച്ചിൽ പോകുന്നു, കുറെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നു. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ജൂണും ഗൗമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ അടി വന്നാലും എന്തായാലും അവർ ഒന്നാവത്തേ ഉള്ളൂ. അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ശൂഷിക്കായിരുന്നു ഗുവയില്ലാതെ ജീവിക്കാൻ പറ്റാതെ, ഇപ്പൊ ഗുവയ്ക്കാണ് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. പിന്നെ നമ്മുടെ ഹീറോയിന്റെ കാര്യം പറയണ്ടല്ലോ, അവര് നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആണെങ്കിൽ കുറേ നേരം ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മിനിയൂനെയും കൂട്ടിക്കൊണ്ട് ഷെന്നാണെങ്കിൽ ഒരു മരത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ മരത്തിൽ എന്ത് എഴുതി വെച്ചാലും ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന പറയുന്നത്. ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്, നീ ഒന്ന് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ മിനിയു ആണെങ്കിൽ ഒരു കാർഡ് എടുത്ത് നോക്കിയതും ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ. അവൻ അതിനകത്ത് എന്ത് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ലവറിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു കിസ് വേണം, ഇന്ന് സ്വന്തം ഷെന്നെന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നേ. ഇത് കണ്ട മിനിയു ആണെങ്കിൽ ഇത് ഇത്ര ചെറിയ കാര്യമാണല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ആഗ്രഹം സാധിച്ചു തരാന്നുള്ളിട്ട് അത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷെന്നാണെങ്കിൽ ഇത് മാത്രമല്ല വേറെയും കുറെ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാർഡ് എടുത്ത് വെക്കുമ്പോൾ നേരത്തെ കാർഡിൽ എന്താണ് എഴുതിയത് അത് തന്നെയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. അടുത്തത് നോക്കുമ്പോൾ അതിലും അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് മിനിയു ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് നോക്കിയപ്പോൾ ഷെന്നാണെങ്കിൽ എന്നാ പിന്നെ ഞാൻ വേറൊരു കാർഡിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ കാർഡ് എടുത്ത് കാണിക്കുവാണേ. എനിക്ക് എന്റെ ലവറിന്റെ അടുത്ത് നിന്ന് ഒരു കിസ് വേണം, ഇന്ന് സ്വന്തം മിനിയു എന്ന് പറഞ്ഞിട്ടാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട മിനിയു ആണെങ്കിൽ ഞാനിങ്ങനെ ഒന്നും എഴുതിയിട്ട് പോലും ഇല്ല, കള്ളത്തരം കാണിക്കുന്നത് വെക്കുമ്പോൾ അവനാണെങ്കിൽ ഓക്കെ അന്ന് എനിക്ക് ശരിക്കും ഒരു ആഗ്രഹമുണ്ട്, അത് നീ സാധിച്ചു തരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ എൻ്റെ കൂടെ കാണാൻ നീ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ മിനിയു ആണെങ്കിൽ ഇതും ചെറിയ കാര്യമാണ്, എന്തായാലും ഞാൻ പ്രോമിസ് ചെയ്ത് തരുന്നു എന്നൊക്കെ പറയുക. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഫസ്റ്റ് ടൈം ഒരു മരത്തിന്റെ അവിടെ കണ്ടില്ലേ, അവിടെയാണ് ഇപ്പൊ കാണിക്കുന്നത്. മിനിയുനും ഷെന്നിനും ഇപ്പൊ രണ്ടാമതൊരു കുഞ്ഞു കൂടി ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു വാവയാണ്. നമ്മുടെ ക്യുവാനാണെങ്കിൽ എന്റെ കുഞ്ഞു അനിയത്തി എന്ത് ക്യൂട്ടാ നിന്നെ കാണുന്നിട്ട് കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിനിയു ആണെങ്കിൽ ക്യുവാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു അത് അനിയത്തിയല്ല അനിയനാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിനും ക്യുവാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് അനിയത്തിനെയാണ് വേണ്ടത്, അനിയനെ വേണ്ട എനിക്ക് അനിയൻ തീരെ തന്നെ വേണം പറഞ്ഞിട്ട് ഇവൻ കിടന്ന് വേണം വെക്കുമ്പോൾ മിനിയുന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഷെന്നാണെങ്കിൽ പറ്റുന്നത് എന്തായാലും ക്യുവാന്റെ ആഗ്രഹമല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ നടന്നാലോ എന്ന് പറയുമ്പോഴത്തേക്കിനും അവളും ഇതൊക്കെ കുറച്ച് അത്യാഗ്രഹമല്ലേ, അതുകൊണ്ട് ഒരു പിടിക്ക് അടങ്ങിയിരിക്കുന്നു പറയുമ്പോഴത്തേക്കിനും ക്യുവാനാണെങ്കിൽ അപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അനിയത്തിനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട മിനിയുനാണ് ഈ കാര്യം മനസ്സിലായി, കൊച്ചിനിങ്ങനെ വഷളാക്കി വെച്ചേക്കുന്നത്
നമ്മുടെ ഹീറോന്റെ പണിയാണ്, നീ അല്ലേ ഇതെല്ലാം ചെയ്തിട്ട് അവനെ എടുത്ത് അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും തൊട്ടിലുണ്ടായിരുന്ന കുഞ്ഞാണ് കരയാൻ തുടങ്ങുക. അപ്പോഴും ഷിന്നിനെ കുറ്റപ്പെടുത്തും മെന്യു, നീ കാരണം കുഞ്ഞിപ്പോ കരഞ്ഞെന്നും പറഞ്ഞുണ്ട്. അങ്ങനെ ഇവര് 4 പേര് അവിടെ എൻജോയ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്ത് പറയാ. അപ്പൊ അടുത്ത ഡ്രാമയായിട്ട് ഇത്ര വിട്ടു തരാം. അതുവരെ ബൈ ബൈ.